അസ്സലാമു അലൈക്കും. റമദാൻ ഇതാ നമ്മുടെ പടിവാതിൽക്കെത്തി അല്ലേ? പലർക്കും റമദാൻ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഉപവാസം മാത്രമായിരിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ റമദാൻ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനും ശരീരത്തിനും ഒരുമിച്ച് കിട്ടുന്ന ഒരു കംപ്ലീറ്റ് സർവീസിംഗ് പീരീഡാണ്. അപ്പോൾ ഈ ഒരു ആശയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ശരി, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നോമ്പിന്റെ ആത്മീയ ലക്ഷ്യം എന്താണ്, പിന്നെ നമ്മുടെ ശരീരത്തിന് ഇതുകൊണ്ട് എന്ത് ശാസ്ത്രീയ ഗുണങ്ങളുണ്ട്, അതോടൊപ്പം ആരോഗ്യകരമായൊരു ഡയറ്റ് പ്ലാൻ, ആർക്കൊക്കെയാണ് നോമ്പിലെ ഇളവുകളുള്ളത്, അവസാനം ഇതെല്ലാം കൂടി എങ്ങനെയൊരു അടിപൊളി അനുഭവമാക്കി മാറ്റാമെന്ന് നമ്മൾ നോക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റ്, എന്തിനാണ് നമ്മൾ നോമ്പെടുക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് റമദാന്റെ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത്. അതിന്റെ ആത്മാവ് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ആത്മീയമായ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നോമ്പിന്റെ അടിസ്ഥാനം തന്നെ ഈ ഖുർആൻ വാക്യമാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് അവസാനം വരുന്ന ലഅല്ലകും തത്തഖൂൻ എന്നതാണ്. അതായത് നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്താണ് നോമ്പിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്? തഖ്വ എന്നൊരു ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അപ്പോ എന്താണ് ഈ തഖ്വ? ഇത് വെറുതെ ദൈവത്തെക്കുറിച്ചുള്ളൊരു ബോധം മാത്രമല്ല കേട്ടോ. അതിനെ നമുക്കൊരു ഇന്നർ കോമ്പസ് എന്ന് വിളിക്കാം. നമ്മുടെ ഉള്ളിലുള്ള ഒരു വഴികാട്ടി പോലെ നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും ഒക്കെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന ഒരുതരം ഡിസിപ്ലിൻ. തെറ്റുകളിൽ നിന്ന് നമ്മളെ തന്നെ സംരക്ഷിക്കാനും നന്മയിലേക്ക് കൂടുതൽ അടുക്കാനുമുള്ള ഒരു മാസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കേ, അപ്പൊ നമ്മള് ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇതേ ആത്മീയ പരിശീലനം നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് നോക്കാം. സത്യം പറഞ്ഞാല് ഇവിടെയാണ് പുരാതനമായ അറിവും ഏറ്റവും പുതിയ സയൻസും തമ്മിൽ അതിശയകരമായി ഒത്തുചേരുന്നത്. നിങ്ങൾ നോക്കൂ, ഈ പ്രവാചകവചനം എത്ര ലളിതവും അതേസമയം എത്ര പവർഫുള്ളുമാണെന്ന്. സോമു തസ്വിഹു, അതായത് നിങ്ങൾ നോമ്പ് നോൽക്കുക, എങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നോമ്പും ആരോഗ്യവും തമ്മിലുള്ള ഈ കണക്ഷൻ എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞുവച്ചിരിക്കുന്നത്. അപ്പോ ഈ ഒരു പുരാതന ജ്ഞാനത്തിന് ആധുനിക ശാസ്ത്രം ഒരു പേര് കൊടുത്തിട്ടുണ്ട്. അതാണ് ഓട്ടോഫേജി. സിമ്പിളായി പറഞ്ഞാൽ, നമ്മളൊരു 12 മുതൽ 16 മണിക്കൂർ വരെ ഒന്നും കഴിക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഒരു സെൽഫ് ക്ലീനിംഗ് മോഡിലേക്ക് മാറും. നമ്മുടെ ശരീരത്തിലെ കേടായ കോശങ്ങളെയൊക്കെ അത് തന്നെത്താൻ നശിപ്പിച്ച് പുതിയതും ഹെൽത്തിയുമായിട്ടുള്ള കോശങ്ങളെ ഉണ്ടാക്കാൻ തുടങ്ങും. ശരിക്കും നമ്മുടെ ശരീരത്തിന്റെ ഒരു നാച്ചുറൽ റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നത് പോലെയാണിത്. ഈയൊരു സെൽഫ് ക്ലീനിംഗ് പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ ശരിക്കും അമേസിംഗ് ആണ്. കേടായ കോശങ്ങളെ, എന്തിന് ചില ക്യാൻസർ കോശങ്ങളെ വരെ ചേർക്കാൻ ശരീരത്തിനൊരു പ്രത്യേക കഴിവ് കിട്ടും. അതുമാത്രമല്ല, നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടും. അതായത് ബ്ലഡ് ഷുഗർ കുറയും, ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടും, പിന്നെ നമ്മുടെ ബോഡി ഒരു നാച്ചുറൽ ഡീടോക്സിലൂടെ കടന്നുപോകും. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നോമ്പിന്റെ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു എന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പകൽ മുഴുവൻ ഒന്നും കഴിക്കാതെ രാത്രിയിൽ കാണുന്നതെല്ലാം വലിച്ചുവാരി കഴിക്കുന്നൊരു ഏർപ്പാടുണ്ടല്ലോ, അത് നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. നോമ്പെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് അത്താഴം, അതായത് സുഹൂർ. പ്രവാചകൻ പറഞ്ഞതുപോലെ അതിൽ ബറക്കത്തുണ്ട്. ഈ ബറക്കത്ത് എന്ന് പറയുന്നത് വെറും ഒരു ആത്മീയമായ അനുഗ്രഹം മാത്രമല്ല, പകൽ മുഴുവൻ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള എനർജി, ആ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് കൂടിയാണ്. ഓക്കേ, അപ്പോ ഈ ഒരു ചാർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്താഴത്തിന്, അതായത് സുഹൂറിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദിവസം മുഴുവൻ എനർജി തരുന്ന ഭക്ഷണങ്ങൾ കഴിക്കാനാണ്. പതുക്കെ ദഹിക്കുന്ന ധാന്യങ്ങൾ, പഴങ്ങൾ, പിന്നെ ധാരാളം വെള്ളം. എന്നാൽ നോമ്പ് തുറക്കുമ്പോൾ, അതായത് ഇഫ്താറിന് നേരെ തിരിച്ചാണ്. ശരീരത്തിനൊരു ഷോക്ക് കൊടുക്കാതെ പതുക്കെ റീചാർജ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് ഏറ്റവും ബെസ്റ്റ് ഈത്തപ്പഴവും വെള്ളവുമാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, നോമ്പ് തുറ ഒരു ഫീസ്റ്റ് ആക്കരുത്. പ്രത്യേകിച്ച് വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ. അത് നോമ്പിന്റെ എല്ലാ നല്ല ഗുണങ്ങളെയും ഇല്ലാതാക്കും. ശരി, ഇനി നമുക്ക് ഇസ്ലാമിന്റെ വളരെ കാരുണ്യപരമായ ഒരു വശത്തേക്ക് വരാം. നോമ്പ് എന്ന് പറയുന്നത് ഒരാളെ കഷ്ടപ്പെടുത്താനുള്ള ഒന്നല്ല. അതൊരിക്കലും ഒരു ശിക്ഷയോ അല്ലെങ്കിൽ താങ്ങാൻ പറ്റാത്ത ഭാരമോ ആകരുത്. അപ്പോ ആരൊക്കെയാണ് ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നോക്കാം. കാര്യമായ അസുഖങ്ങളുള്ളവർ, ഗർഭിണികൾ, കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന അമ്മമാർ, പിന്നെ യാത്രക്കാർ. ഈ വിഭാഗത്തിലുള്ള ആളുകൾക്ക് നോമ്പെടുക്കുന്നതിൽ ഇളവുകളുണ്ട്. ഇത് ശരിക്കും ഈ മതത്തിന്റെ ഒരു കാരുണ്യവും പ്രായോഗികതയുമാണ് കാണിക്കുന്നത്. ഈ ഇളവുകളുടെയൊക്കെ അടിസ്ഥാനം ഖുർആനിലെ ഈ ഒരു വാക്യമാണ്. അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസമല്ല.
എത്ര മനോഹരമായൊരു തത്വമാണത്, അല്ലേ? ദൈവീക നിയമങ്ങൾ മനുഷ്യന്റെ നന്മയ്ക്കും എളുപ്പത്തിനുമാണ്, അല്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കാനല്ല. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നോമ്പെടുക്കുന്നതിന് മുമ്പ് തീർച്ചയായും ഒരു ഡോക്ടറുടെ ഉപദേശം തേടണം. ഈ വിഷയത്തിൽ സ്വന്തമായി തീരുമാനമെടുക്കുന്നത് ചിലപ്പോൾ അപകടകരമായേക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ചേർത്തുവെച്ച് നോക്കാം. എങ്ങനെയാണ് റമദാൻ നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും ഒരുമിച്ച് റിന്യൂ ചെയ്യാനുള്ള, ഒരു പുതുക്കാനുള്ള സുവർണാവസരമായി മാറുന്നതെന്ന് നമുക്ക് കാണാം. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് റമദാനിന്റെ ആകത്തുക. ഒരു വശത്ത് ആരാധനകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുക, മറുവശത്ത് ആരോഗ്യകരമായ ശീലങ്ങളിലൂടെ, അതായത് നോമ്പിലൂടെയും നല്ല ഭക്ഷണത്തിലൂടെയും നമ്മുടെ ശരീരത്തെ ഹീൽ ചെയ്യുക. അതായത് അകത്തും പുറത്തും ഒരുപോലെ നടക്കുന്ന ഒരു ക്ലെൻസിംഗ് പ്രോസസ്. അപ്പൊ പോകുന്നതിന് മുൻപ് ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. ഈ വരുന്ന റമദാൻ നിങ്ങൾക്കെങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും? നമ്മൾ ഇന്ന് സംസാരിച്ച ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കുക. ഈ റമദാൻ നമ്മുടെ ആത്മാവിനും ശരീരത്തിനും ഒരുപോലെ ഉണർവ് നൽകുന്ന ഒരു അടിപൊളി അനുഭവമാക്കി മാറ്റാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.